ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ PR അഥവാ ILR കുറിച്ചുള്ള കൺസൾട്ടേഷൻ അവസാനിച്ചത് ഫെബ്രുവരി 12, 2026 ഗവൺമെൻറ് പറഞ്ഞത് അനുസരിച്ച് ഇത് പല ഘട്ടങ്ങളിൽ കൂടി ഇത് കടന്നു പോവുകയാണ്. അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള കൺസൾട്ടേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ, അതായത് ആ ഒരു നിയമമായിട്ട് പ്രാബല്യത്തിൽ വരും എന്നാണ് ഗവൺമെൻറ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇതുവരെ ജൂലൈ ഒരു പകുതിയോളം ആവുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അനിശ്ചിതാവസ്ഥയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന ഷബാന മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ നടപ്പിലാക്കും. യു കെയിലെ ഏറ്റവും കൺസേൺഡ് ആയിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കെയർ വർക്കർമാർ അല്ലെങ്കിൽ സീനിയർ കെയർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്. അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാനായിട്ട് പോകുന്നത്. കാരണം അവർക്ക് 5 വർഷം എന്നുള്ളത് 15 വർഷമാക്കി മാറ്റുമെന്നാണ് ഹോം സെക്രട്ടറി നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള ജനരോക്ഷം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഹൗസ് ഓഫ് ലോർഡ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോം സെക്രട്ടറി ആയിരുന്ന ഷബാന നേരത്തെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു ചെറിയ ഒരു മാറ്റങ്ങൾ ഇപ്പോഴും വരുത്തിയിരിക്കുന്നു. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു കെയിൽ നിലവിൽ വരാൻ പോകുന്ന PR നിയമങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഞാൻ കൊണ്ടുവരാനായിട്ട് പോകുന്നു. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു കെയിലെ ഹോം ഓഫീസ് പുതിയ PR നിയമത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങളിൽ പെടുന്ന കുടിയേറ്റക്കാർക്ക് ചില ഇളവുകൾ ലഭിക്കാനായിട്ട് പോകുന്നു എന്നാണ്. അതായത് ബ്രിട്ടനിൽ പെർമനൻ്റ് ആയിട്ട് താമസിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യത നേടുന്നതിന് ബ്രിട്ടനിൽ ഉണ്ടായിരിക്കേണ്ട കാലയളവ് ഇരട്ടിക്കുമ്പോൾ പങ്കാളികൾക്ക്, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതേപോലെ തന്നെ ഓൾഡ് ഏജിൽ എത്തപ്പെട്ട, അതായത് വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഇളവ് ലഭിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോഴും പുതിയതായിട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫാമിലിയുടെ ഒരു ഫുൾ ഏണിങ്സ്, അതുപോലെ തന്നെ വ്യക്തികളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇൻകം, അതേപോലെ തന്നെ സ്ഥിരതാമസത്തിന് കുട്ടികൾക്ക് അനുമതി നൽകാതിരുന്നത് അവരുടെ ഫാമിലിയെ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് അത് പരിഗണിക്കുമെന്ന് ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് യു കെയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന, നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹയർ ഇൻകം ഉള്ള ആൾക്കാർ, അതായത് നേഴ്സസോ ടീച്ചേഴ്സോ ഡോക്ടേഴ്സോ ഇവരെയൊന്നും അത് ബാധിക്കത്തില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ബാധിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും യു കെയിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു കെയർ സെക്ടറുകൾ, നേഴ്സിംഗ് ഹോമുകളിൽ, റെസിഡൻഷ്യൽ ഹോമുകളിൽ, അതേപോലെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആൾക്കാരെ മാത്രമാണ് ബാധിക്കുന്നത്. അതിൽ നിന്ന് അണുവട ഇപ്പോഴും ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് മാറുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ അവരുടെ പ്രഖ്യാപനത്തിൽ വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് നമുക്കറിയാം യു കെയിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേണാം ഈയൊരു മാസത്തിൻ്റെ അവസാനത്തോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യമോ ചാർജ് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേബർ പാർട്ടിയിലെ തന്നെ 80ഓളം MP പുതിയതായിട്ട് വരാനിരിക്കുന്ന പ്രധാനമന്ത്രി ആൻഡി ബേണാമിന് കത്തെഴുതിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി പുറത്തുവിട്ട ആ ഒരു കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ യു കെയിൽ താമസിക്കുന്ന കെയർ വർക്കർമാരുടെ PR നൽകുന്ന കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമോ 15 വർഷമോ ആക്കി മാറ്റരുത്. ഹോം സെക്രട്ടറിയുടെ ഈ നിയമങ്ങൾക്ക് എതിരെ പ്രധാനമന്ത്രിയായി വരാൻ പോകുന്ന ആൻഡി ബേണാം പുതിയ നിയമം കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് സത്യത്തിൽ ആൻഡി ബേണാമിനെ വലിയ രീതിയിൽ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. ആൻഡി ബേണാം പ്രധാനമന്ത്രിയാവുന്നത് ഈ ഒരു മിഡിൽ ഓഫ് ജൂലൈയിലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു 16-ാം തീയതി തൊട്ട് ഏകദേശം ഒരു സെപ്റ്റംബർ 1-ാം തീയതി വരെ സമ്മർ ബ്രേക്കിലേക്ക് പാർലമെൻറ്റ് പോകാനായിട്ട് പോവുകയാണ്. എന്തായാലും ഈ ഒരു പ്രധാനമന്ത്രി സ്ഥാനം ഈ ഒരു 16-ന് മുമ്പ് ചിലപ്പോൾ ആൻഡി ബേണാം ഏറ്റെടുത്തേക്കാം. എന്നാൽ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ മന്ത്രിസഭ ആൻഡി ബേണാം രൂപീകരിക്കുമ്പോൾ
അവിടെ ഹോം സെക്രട്ടറി ആയിട്ട് ഷബാന മുഹമ്മദ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ആൻഡി ബേൺഹാമിന് മാത്രമേ ഇപ്പോഴും അറിയത്തുള്ളൂ. ഷബാന മുഹമ്മദ് ഹോം സെക്രട്ടറി ആയിട്ട് ആ ഒരു മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിയമം അവർക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻഡി ബേൺഹാം ഇപ്പോഴേ ഹോം സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഷബാന മുഹമ്മദിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊന്നും തന്നെ പ്രാവർത്തികമാകത്തില്ല. അതായത് ലേബർ പാർട്ടിയിലെ തന്നെ 80ഓളം MP-മാരാണ് അദ്ദേഹത്തിന് ഇപ്പോഴേ കത്തെഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു നിയമം നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതായത് നമുക്കറിയാമല്ലോ, ഒരു മന്ത്രിസഭയിലൊരു പ്രധാനമന്ത്രിയായിട്ട് ആൻഡി ബേൺഹാം പുതിയതായിട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു 80ഓളം MP-മാർ, 80+ ആണ്, 80ഓളം MP-മാർ അദ്ദേഹത്തിനെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആൻഡി ബേൺഹാമിന് തന്നെ പോയിട്ട് ഈ ഒരു നിയമം നടപ്പിലാക്കാനായിട്ട് സാധിക്കാതെ വരും. മാത്രവുമല്ല, ആൻഡി ബേൺഹാമിൻ്റെ ഒരു കുടിയേറ്റ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ആൾക്കാർക്ക് UK എത്തിയിട്ടുള്ള ഇപ്പോഴത്തെ ആൾക്കാർക്ക് 5 വർഷത്തിനുള്ളിൽ തന്നെ PR നൽകണമെന്നാണ്. മാത്രവുമല്ല, ലേബർ പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ, നമുക്കറിയാം പണ്ടത്തെ ഉപപ്രധാനമന്ത്രിയായിരിക്കുന്ന ആഞ്ചല റെയ്നർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ കുടിയേറ്റക്കാർക്ക്, അതായത് ഈ കെയർ വർക്കറായിട്ട് UK വന്നിട്ടുള്ള കുടിയേറ്റക്കാർക്ക് 5 വർഷത്തിനുള്ളിൽ PR നൽകണമെന്ന ആവശ്യമുള്ളവരാണ്. അതേപോലെ തന്നെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിരിക്കുന്ന മൈക്ക് ടാപ്പ് ഈ ഒരു കാര്യം ലേഖനമായിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സാക്ക് ചെയ്യണമെന്നാണ് ഹോം സെക്രട്ടറി ആയിരിക്കുന്ന ഷബാന മുഹമ്മദ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്ന കെയർ സ്റ്റാമറിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ കെയർ സ്റ്റാമർ അത് നിരാകരിച്ചു. കാരണം അദ്ദേഹത്തിനറിയാം മൈക്ക് ടാപ്പ് പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറോ അല്ലെങ്കിൽ മൈക്ക് ടാപ്പോ അല്ലെങ്കിൽ പുതിയ പ്രധാനമന്ത്രിയായിട്ട് വരാനിരിക്കുന്ന ആൻഡി ബേൺഹാമോ ഈ നിയമത്തിന് എതിരല്ല. ഇപ്പോൾ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരേ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോം സെക്രട്ടറി ആയിരിക്കുന്ന ഷബാന മുഹമ്മദാണ്. ഷബാന മുഹമ്മദിനെ സംബന്ധിച്ചോളം UK വന്നിട്ടുള്ള ആയിരക്കണക്കിന് കെയർ വർക്കർമാർക്ക് 5 വർഷത്തിനുള്ളിൽ PR നൽകുന്നതിനോട് അവർക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ആൻഡി ബേൺഹാമിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും MP-മാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഹോം സെക്രട്ടറിയുടെ ഈ ഒരു നയവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കത്തില്ല. ഷബാന മുഹമ്മദിൻ്റെ ഈ ഒരു കുടിയേറ്റ പരിഷ്കരണത്തിനെതിരെ കടുത്ത വിമർശകനായ ലേബർ പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ ഒരു MP-യാണ് ടോണി വോണ്. അദ്ദേഹമാണ് ഈ 80 MP-മാരിൽ കത്തെഴുതിയിരിക്കുന്നതിൽ ഇപ്പോൾ ലീഡറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ല് തിങ്കളാഴ്ച വീണ്ടും കോമൺസിൽ അവതരിപ്പിക്കാൻ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു 80 MP-മാരുടെ എതിർപ്പ് വീണ്ടും വന്നിരിക്കുന്നത്. ഈ ഒരു നിയമനിർമ്മാണത്തിനെതിരെ വോട്ട് ചെയ്യുമെന്ന് ബാക്ക് ബെഞ്ചേഴ്സ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ആൻഡി ബേൺഹാം പുതിയ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേറ്റെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു കാര്യത്തിനൊരു ഫൈനൽ ഡിസിഷനിലേക്ക് പോകത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും പറയുന്ന പോലെ PR-ൻ്റെ അനിശ്ചിതാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിലൊരു ഫൈനൽ ഡിസിഷൻ ഇതുവരെയും വന്നിട്ടില്ല. കാരണം ലേബർ പാർട്ടിയിലെ പല MP-മാരും ഇതിന് അനുകൂലമായിട്ട് ഇപ്പോഴും മുന്നോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ UK ഇപ്പോഴും വലിയ രീതിയിലുള്ള ഇമെയിലിങ്ങും അതുപോലെ തന്നെ ലെറ്റർ അയപ്പും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ലോക്കൽ MP-മാരെ നിങ്ങൾ എങ്ങനെ കൺസൾട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. കാരണം അടുത്ത തിങ്കളാഴ്ച ഈ ബില്ല് വീണ്ടും കോമൺസിൽ അവതരിപ്പിക്കാനായിട്ട് പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് 80 അല്ല അതിൽ കൂടുതൽ MP-മാർ ഇതിനെതിരെ വരികയും ചെയ്യും. മാത്രമല്ല, പുതുതായിട്ട് വരുന്ന ലേബറിലെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ആൻഡി ബേൺഹാമിനെ ഇപ്പോൾ തന്നെ ഇവർ കത്തെഴുതിയോട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു നിയമം ഇപ്പോൾ പ്രാവർത്തികമാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ സെപ്റ്റംബറിൽ ഇവർ ബാക്ക് ടു കോമൺസ് കൂടിക്കഴിയുമ്പോഴും മിക്കവാറും നമ്മുടെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന ഷബാന മുഹമ്മദ് ആ സ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോഴേ പറയുന്നത്. എന്തായാലും UK ഇപ്പോഴും നിലനിൽക്കുന്ന കെയർ വർക്കർമാരെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ പര്യവസാനിക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. നമ്മൾ പുതിയൊരു അപ്ഡേഷനിൽ കാണാൻ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.